സസ്പെൻഷനിലായ രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിച്ചതിൽ വിശദീകരണം തേടി കേരള സർവകലാശാല വൈസ് ചാൻസലർ. പിരിച്ചുവിട്ട ശേഷവും യോഗത്തിൽ തുടർന്ന ജോയിന്റ് രജിസ്ട്രാറോടാണ് VC സിസ തോമസ് വിശദീകരണം തേടിയത്. അതേസമയം സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ ഹർജി പിൻവലിക്കുന്നുവെന്ന തീരുമാനം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. വളരെ നൂലാമാലകളാണല്ലോ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടും തിരിച്ചു ജോലിയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ടും ഇപ്പോഴത്തെ വീണ്ടും വിശദീകരണം ചോദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ളത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പ്രശാന്ത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവർണറെ അവഹേളിച്ചു എന്ന കുറ്റത്തിനാണ് VC മോഹനകുന്നുമ്മൽ രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ സസ്പെൻഷനെ ചോദ്യം ചെയ്ത് KS അനിൽകുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ ആവലാതിക്കാരനായ രജിസ്ട്രാർക്ക് ആ പരാതി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ സിൻഡിക്കേറ്റ് അടിയന്തരമായി യോഗം ചേർന്ന് VC എടുത്ത സസ്പെൻഷൻ തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു. അവിടെ നിന്ന് താൽക്കാലിക VC യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ സിൻഡിക്കേറ്റ് അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് VCയുടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചു അല്ലെങ്കിൽ റദ്ദാക്കി എന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതി ചേരുമ്പോൾ ഈ പരാതിക്കാരനെ ഹർജി പിൻവലിക്കും എന്ന തീരുമാനത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി അത് ഏത് രീതിയിൽ എടുക്കും, അത് പുതിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം വൈസ് ചാൻസലർ കോടതിയെ ധരിപ്പിക്കാൻ പോകുന്നത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിയമപരമെന്നാണ്. അപ്പോൾ അതൊരു നിയമ യുദ്ധത്തിലേക്ക് പോകുമോ, അതോ പരാതിക്കാരന് പരാതിയില്ല എന്നത് കണക്കാക്കി കോടതി ആ കേസ് അവിടെ അവസാനിപ്പിക്കുമോ എന്നതാണ് ഇന്ന് അറിയാനിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് ഈ VC താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ യോഗം പിരിച്ചുവിട്ടു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ആ യോഗത്തിൽ താൻ പിരിച്ചുവിട്ടതിന് ശേഷം ജോയിന്റ് രജിസ്ട്രാർ പങ്കെടുത്തത് തെറ്റായി സിസ തോമസ് കാണുന്നു. മാത്രമല്ല, ഇന്നലെ വൈകിട്ടായപ്പോൾ ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനം തുടർച്ചയായി അനിൽകുമാർ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നിട്ട് പോലും ജോലിക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ട് ഗുരുതരമായ സാഹചര്യമാണെന്ന് സിസ തോമസ് വിലയിരുത്തുന്നു. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്കകം ഇമെയിലായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം.